നമ്മളൊക്കെ നെഞ്ചിലേറ്റിയ ഒരു ഹിന്ദി വെബ് സീരീസാണ് പഞ്ചായത്ത്. അതിലെ ഓരോ കഥാപാത്രങ്ങളും നമുക്ക് സുപരിചിതരാണ്. എന്നാൽ ആ സ്ക്രീനിന് പിന്നിൽ നമ്മൾ കാണുന്ന തമാശകൾക്കും ലളിതമായ ജീവിതത്തിനും അപ്പുറം പൊള്ളുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പഞ്ചായത്ത് എന്ന വെബ് സീരീസിൽ ഒരു പ്രധാന റോൾ ചെയ്ത താരം വിനോദ് സൂര്യവംശിയെക്കുറിച്ചാണ്. വെറുമൊരു നടന്റെ കഥയല്ലേ ഇത്. നൂറ്റാണ്ടുകളെ നമ്മുടെ സമൂഹം കൊണ്ടു നടക്കുന്ന ജാതി വിവേചനത്തിന്റെയും നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നവന്റെയും അതിജീവനത്തിന്റെ കഥയാണ്. ഒരു സെക്യൂരിറ്റി ഗാർഡിൽ നിന്നും അഭിനയത്തിന്റെ ലോകത്തേക്ക് അദ്ദേഹം നടന്നു കയറിയത് അത്ര എളുപ്പമായിരുന്നില്ല. കർണാടക സ്വദേശിയായ വിനോദ് തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് തുറന്നു പറയുമ്പോൾ അത് കേൾക്കുന്ന ഏതൊരു മലയാളിയുടെയും ഉള്ളുന്നു പിടയും. വിനോദ് ജനിച്ച ഗ്രാമത്തിൽ ഇന്നും ജാതി വിവേചനം അതിന്റെ എല്ലാ ക്രൂരതയോടെയും നിലനിൽക്കുന്നുണ്ട്. ഗ്രാമം രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് മേൽജാതിക്കാർക്കും മറ്റൊന്ന് കീഴ്ജാതിക്കാർക്കും. തന്റെ 12-ാം വയസ്സിലുണ്ടായ ഒരു സംഭവം വിനോദ് ഓർത്തെടുക്കുന്നുണ്ട്. അച്ഛനൊപ്പം ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. വെറുതെ കഴിച്ചതല്ല, പണം നൽകി തന്നെയാണ്. എന്നിട്ടും ഭക്ഷണം കഴിച്ച പ്ലേറ്റ് വിനോദിനും അച്ഛനും കഴുകേണ്ടി വന്നു. എന്തിനായിരുന്നു അത്? അവർ ദളിതരായിരുന്നതുകൊണ്ട് മാത്രം. ഇതിലും ഞെട്ടിക്കുന്ന കാര്യം തന്റെ നാട്ടിലെ ക്ഷേത്രത്തിൽ ഇന്നും വിനോദിനും കുടുംബത്തിനും പ്രവേശനമില്ല എന്നുള്ളതാണ്. 21-ാം നൂറ്റാണ്ടിലും നമ്മൾ ഇതെല്ലാം കേൾക്കേണ്ടി വരുന്നു എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ദാരിദ്ര്യത്തോടും വിവേചനത്തോടും പൊരുതിയാണ് വിനോദ് വളർന്നത്. അമ്മ അയൽ വീടുകളിൽ ജോലിക്ക് പോകുമായിരുന്നു. അച്ഛനൊരു മേസ്ത്രിയായിരുന്നു. എന്നാൽ എല്ലാ ദിവസവും ജോലി ഉണ്ടാകില്ല. പണിയില്ലാത്ത ദിവസങ്ങളിൽ അച്ഛൻ മദ്യപിച്ചു വരികയും അമ്മയെ ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു കുട്ടി എന്ന നിലയിൽ താൻ കണ്ടു വളർന്നത് ഇത്തരം വേദനിപ്പിക്കുന്ന കാഴ്ചകളാണെന്ന് വിനോദ് പറയുന്നു. അച്ഛനോട് വിനോദിന് വെറുപ്പില്ലായിരുന്നു. പക്ഷേ ആ പെരുമാറ്റ രീതി വിനോദിനെ തളർത്തിയിരുന്നു. ജീവിതത്തിന്റെ രണ്ടറ്റവും മുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിൽ നിന്ന് സിനിമ എന്ന മോഹത്തിലേക്ക് നടക്കുക എന്നത് അസാധ്യമായ കാര്യമായിരുന്നു. പക്ഷേ ആ സ്വപ്നത്തെ മുറുകെ പിടിക്കാൻ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹമെന്ന് നടന്ന വിനോദിന് മുന്നിൽ മറ്റൊരു മതിലുണ്ടായിരുന്നു: തന്റെ നിറം. ഓഡിഷനുകൾക്ക് പോകുമ്പോൾ നിരന്തരം കേട്ടിരുന്ന ഒരു വാക്ക് റിച്ച് ലുക്ക് വേണം എന്നതായിരുന്നു. വിനോദിന്റെ ഇരുണ്ട നിറം പലപ്പോഴും അദ്ദേഹത്തിന് അവസരങ്ങൾ നിഷേധിച്ചു. ഒരിക്കൽ ഒരു ജോലിക്കാരന്റെ വേഷത്തിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് സെറ്റിലെത്തിയപ്പോൾ അവിടുത്തെ ക്രിയേറ്റീവ് ഡയറക്ടർ വിനോദിനോട് ചോദിച്ചത് നിങ്ങൾ ആരാണ് എന്നാണ്. കാര്യം പറഞ്ഞപ്പോൾ ലഭിച്ച മറുപടി ഇതായിരുന്നു: ഞങ്ങൾക്ക് ഈ വേഷം ചെയ്യാൻ വെളുത്ത ഒരാളെയാണ് വേണ്ടത്. ഒരു ജോലിക്കാരന്റെ വേഷം ചെയ്യാൻ പോലും നിറം ഒരു മാനദണ്ഡമാകുന്ന വിരോധാഭാസം വിനോദ് തുറന്നു പറയുന്നു. കഴിവുണ്ടായിട്ടും വെറും ബാഹ്യരൂപത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നതിന്റെ വേദന എത്രത്തോളമായിരിക്കും? എന്നാൽ തളരാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പ്രതിബന്ധങ്ങളെല്ലാം മറികടന്ന് പഞ്ചായത്ത് എന്ന ഹിറ്റ് വെബ് സീരീസിന്റെ ഭാഗമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇന്ന് അദ്ദേഹം നമുക്ക് പ്രിയപ്പെട്ട വിനോദാണ്. അദ്ദേഹത്തിന്റെ കഥ ഇപ്പോൾ ചർച്ചയാകുന്നത് സിദ്ധാർത്ഥ് കണ്ണന് നൽകിയ അഭിമുഖത്തിലൂടെയാണ്.